അതിദരിദ്ര മുക്ത കേരളം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി തോന്നും. അതുകൊണ്ടാണ് സന്തോഷം ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതാവുന്നു. ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. അല്ല, ദാരിദ്ര്യമല്ല, ദാരിദ്ര്യം വേറെ, അതിദാരിദ്ര്യം വേറെ. അതിലേക്കാ വരേണ്ട. അതിദാരിദ്ര്യം ഞാൻ രണ്ട് വർഷം കാരണം ഞാൻ ഇന്നലെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞപ്പോൾ ഞാനിതേ അതിദാരിദ്ര്യം പറഞ്ഞപ്പോൾ ദാരിദ്ര്യമല്ല അതിദാരിദ്ര്യം എന്ന് പറഞ്ഞത്. അപ്പൊ അതിദാരിദ്ര്യമുക്തമാകുകയാണ്. അപ്പൊ അതിദാരിദ്ര്യം മാത്രം മുക്തമാണ്. ദാരിദ്ര്യം നിലവിലുണ്ട് അല്ലേ? ദാരിദ്ര്യമുണ്ട്. പക്ഷെ അപ്പോഴും ചില കണക്കുകളൊന്നും ശരിയാവുന്നില്ല. എന്താണ് ഈ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം? അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞ ശരിയാവില്ല. അത് BJP-കാരൻ പറഞ്ഞാൽ അതിന്റെ നമുക്ക് തോന്നുന്നത് ഞങ്ങളുടെ ദാരിദ്ര്യവും നമുക്ക് ദാരിദ്ര്യം അറിയാം, അതിദാരിദ്ര്യവും മനസ്സിലാവും. എന്റെയും താങ്കളുടെയും കണ്ണിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവൻ, ഭക്ഷണം കഴിക്കാനില്ലാത്തവൻ, ഒരു നല്ല വൃത്തിയായ ഒരു ജോലി ചെയ്യാൻ കഴിവില്ലാത്തവൻ, ആരോഗ്യപരമായിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ, ഇതൊക്കെയാണ് എന്റെ കണ്ണിൽ ദാരിദ്ര്യത്തിന്റെ നിർവചനങ്ങൾ. ഇതൊക്കെയാണ് ഭൂസ്വന്തമായിട്ട് ഭൂമിയോ ഒന്നും ഇല്ലാത്തവരാണ്. പക്ഷെ CPM കണ്ടുപിടിച്ചിരിക്കുന്ന ഈ 57,000 പേരുടെ അതിദാരിദ്ര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഫോർമുല CPM-ന് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് അത് കുറച്ച് പാടായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് നവംബർ മാസം 1-ാം തീയതിയാണ്. ഇന്ന് വളരെ വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്നൊക്കെയാണ് CPM പല പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളൊക്കെ കൊടുത്തിട്ട് ചാനലുകളൊക്കെ ഇങ്ങനെ എഴുതി ഏതാണ്ടൊക്കെ എഴുതി തള്ളുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. CPM-ന്റെ ഭരണം തുടങ്ങുന്നത് 2016 മെയ് മാസത്തിലാണ്. ആ 2016 മെയ് മാസത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് 2016 നവംബർ മാസത്തിൽ CPM ഇതുപോലൊരു, അല്ലെങ്കിൽ LDF സർക്കാർ ഇതുപോലൊരു പ്രഖ്യാപനം നടത്തി. അതായത് എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ ശൗചാലയം നിർമ്മിച്ച എല്ലാ വീടുകളിലും ശൗചാലയം എത്തിച്ച ആദ്യ സംസ്ഥാനം, ആ സംസ്ഥാനം കേരളമാണ് എന്നവർ പ്രഖ്യാപിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ അതിൻ്റെ മറുപടിയായി പറഞ്ഞു, എനിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM-ന്റെ മേയർ ഭരിക്കുന്ന കോർപ്പറേഷനിൽ നിന്ന് 2025 വർഷം ഞാൻ കൊടുത്തൊരു വിവരാവകാശത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശൗചാലയ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ട് ലഭിക്കാത്ത ആയിരക്കണക്കിന് പേർ ഇന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. 2016 എന്തായി? എല്ലാ വീടുകളിലും ശൗചാലയം എത്തിച്ച സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ ഇന്നും 2025-ലും 2016 തമ്മിൽ വലിയ ഒരു പതിറ്റാണ്ട് കാലത്തെ വ്യത്യാസമുണ്ട് ഇല്ലേ? ഒരു പതിറ്റാണ്ട് കാലത്തെ വ്യത്യാസം. ആ പതിറ്റാണ്ട് കാലത്തെ വ്യത്യാസം നിലനിൽക്കുമ്പോഴും ഇന്നും അപേക്ഷ കൊടുത്തവരിൽ ഇനിയും കിട്ടാൻ ആയിരക്കണക്കിന് പേർ 2025-ൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ, ഞാൻ 100 വാർഡിന്റെ കാര്യം പറഞ്ഞോളൂ. തിരുവനന്തപുരം കഴിഞ്ഞിട്ട് ബാക്കി 13 ജില്ലകൾ ഇനിയും ഉണ്ട്. അപ്പോൾ കണക്ക് എന്തായിരിക്കും? ഈ 1000 വെച്ചതിനെ കണക്ക് എന്തായിരിക്കും? നമ്മൾ കൂട്ടണ്ട, CPM കൂട്ടണം. അല്ലെങ്കിൽ CPM-നെ സ്നേഹിക്കുന്ന, CPM-ന് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരൻ അവന്റെ മനസ്സിൽ കൂട്ടിയാൽ മതി. ഞാനിതൊന്നും രാഷ്ട്രീയമായ ആരോപണം. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിഷയം എന്താ? രണ്ടാമത് ഇതുപോലെ തന്നെ 2016 നവംബറിൽ തന്നെ സമ്പൂർണ്ണ വെളിയിട വിസർജ്യ വിമുക്ത സംസ്ഥാനമാക്കി. ഇന്നത്തെ സാഹചര്യം ഒന്നും ഞാൻ അതിൽ പറയണ്ടല്ലോ, കണക്ക് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ 2017 മെയ് 29 അടുത്തൊരു വലിയ പ്രഖ്യാപനം നടത്തി. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ച സർക്കാർ. ഇന്നലെയുമായി ഈ അതിദാരിദ്ര്യം ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള പല വീടുകളിലും വൈദ്യുതി എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് BJP-കാരൻ്റെ ആരോപണമാവും. അതുകൊണ്ട് അതാണ് സാഹചര്യം. അതിനുശേഷം 2017 ശേഷം എത്ര വീടുകളിൽ വൈദ്യുതീകരിച്ചു എന്നുള്ളത് നമ്മളൊന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ DDUK എന്ന് പറയുന്ന പദ്ധതി, അതായത് പ്രധാനമന്ത്രി ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ ജ്യോതി യോജന വഴി എത്ര വീടുകൾ ഇലക്ട്രിഫൈ ചെയ്തു എന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി 2018 മെയ് 1-ാം തീയതി ഒരു വലിയ പ്രഖ്യാപനം, അതായത് ഇന്ത്യയിൽ ഇതുപോലൊരു പ്രഖ്യാപനം നടത്താൻ കെൽപ്പുള്ള സംസ്ഥാന സർക്കാർ അത് പിണറായി വിജയന്റെ സർക്കാർ മാത്രമാണ്, LDF-ന്റെ സർക്കാർ മാത്രമാണ്. അതായത് സമ്പൂർണ്ണ നോക്കുകൂലി നിരോധിത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു. എങ്ങനെ? സമ്പൂർണ്ണ നോക്കുകൂലി നിരോധന സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു. ആരാണ്? CPM പ്രഖ്യാപിച്ചു. അന്ന് ആരായിരുന്നു ക്യാപ്റ്റൻ? പിണറായി വിജയൻ. ഇന്നലെ എന്നോടൊരു ചാനലിൽ അവതാരകൻ പറഞ്ഞ പോലെ മുണ്ടയിൽ കോരന്റെ മകൻ വിജയൻ ആണ് അന്നും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. പക്ഷെ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതിന് 1 മാസം പുറകിലാണ് പാലോട് എന്നാണ് ഞാൻ ഓർക്കുന്നത്, ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന ടെയിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതേ സംസ്ഥാനത്തെ ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിയുടെ ലേബർ യൂണിയൻ അല്ലെങ്കിൽ അവരുടെ തൊഴിലാളി സംഘടന നോക്കുകൂലി ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ആ ഒരു സ്ത്രീ
ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന ടൈലുകൾ മൊത്തം ഇറക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച എന്റെയും നിങ്ങളുടെയും കണ്ണിലുണ്ട്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ കണ്ണിലുണ്ട്. അതുപോലെ ഗ്ലാസ് കൊണ്ടുവന്ന് ഇറക്കാൻ നിന്ന വ്യാപാരികളെ, ഈ ഗ്ലാസ് പൊട്ടിപ്പോയാൽ ഇതിന്റെ കാശ് നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഗ്ലാസ് നിങ്ങൾ ആരെ കൊണ്ടോ ഇറക്കിക്കോ, പക്ഷെ എന്താ മറ്റേ ഈ റോപ്പ് കെട്ടിയിട്ട് വലിയ മെഷീൻ ഉപയോഗിച്ച് മാത്രം ഇറക്കാൻ പറ്റുന്ന ഗ്ലാസിനെ നിങ്ങൾ ആരെ കൊണ്ടോ ഇറക്കിക്കോ, പക്ഷെ പാർട്ടിക്ക് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞ സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു സാധാരണക്കാരൻ, അവൻ പ്രവാസിയായിട്ടുള്ള ഒരാൾ അവന്റെ കിടപ്പാടം വരെ വിറ്റുകൊണ്ട് അവനൊരു സ്ഥാപനം തുടങ്ങാൻ വന്നിട്ട് അവസാനം ഒരു ചാൺ കയറിൽ അവന്റെ ജീവിതം അവസാനിപ്പിച്ചത് ഇതേ നോക്കുകൂലിയുടെ ആവശ്യം കൊണ്ടാ അല്ലേ? അതെ. അപ്പോ സാധാരണക്കാരന്റെ എന്റെയും നിങ്ങളുടെയും മുന്നിൽ ഇന്നും നമ്മൾ കാണുന്ന നോക്കുകൂലി നിരോധിച്ച സംസ്ഥാനമാണ് എന്ന് 2018 നിരോധിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇതുപോലെ തന്നെയാണ്, ഇതേ പാറ്റേൺ തന്നെയാണ് ഇന്ന് താങ്കൾ പറഞ്ഞ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം പദ്ധതി ഇങ്ങനെ ഒരു പേര് അവർ പ്രഖ്യാപിക്കും, ഇന്ന് വളരെ വലിയ ഒരു പ്രൗഢഗംഭീരമായ സദസ്സിൽ അവരിത് അവതരിപ്പിക്കും, ഇതിന്റെ പേരിൽ അവർ കുറെ പൈസ എഴുതിയെടുക്കും, ഇതിന്റെ പേരിൽ അവർ കുറെ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ നടത്തും, ഇലക്ഷനിൽ വോട്ട് ചോദിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ദരിദ്രൻ അതിദരിദ്രനായി ദരിദ്രനാരായണനായി ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. പട്ടിണി കൊണ്ടാണ് മരിക്കുകയും ചെയ്യും. സ്വാഭാവികമല്ലേ? നമ്മൾ കേരളത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് കൊണ്ടും ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ടും മരണപ്പെടുന്ന സംസ്ഥാനത്ത് നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കും. അത് അട്ടപ്പാടിയിൽ നമ്മൾ കാണുന്നില്ലേ? അല്ലെ, കാണുന്നില്ലേ? അപ്പം നമ്മൾ ഇതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുന്നിലുള്ള ഒരു കാര്യത്തെ കണ്ടില്ല എന്നെങ്ങനെയാണ് നടിക്കാൻ സാധിക്കുക? അല്ല, അതാണ് എൻ്റെ ഒരു സംശയം. ഈ വനവാസികളായിട്ടുള്ള ഏകദേശം 1,17,000 പേര്, ഒരു നിശ്ചിത കണക്കല്ല, നമ്മുടെ അപ്രോക്സിമേറ്റ് കണക്കാണ്, 1,16,000 കുടുംബങ്ങൾ. അവര് എല്ലാവരും ഈ അതിദാരിദ്ര്യ മേഖലയിലല്ലാത്തവരാണോ? അല്ല, താങ്കൾ ഇവിടെ നിന്ന് വയനാട്ടിലേക്കും ഇടുക്കിയിലൊക്കെ ഒന്ന് പോകണം. ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല, പോകണം. അവിടെ ഈ പട്ടയം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നും സമരം ചെയ്യുന്ന ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അവരെന്തിനാ സമരം ചെയ്യുന്നത്? അവർക്ക് സ്വന്തമായി തലചായ്ക്കാൻ ഒരു ഇടത്തിന് വേണ്ടിയിട്ടാണ്. ആ ഇടം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വനനിയമങ്ങൾ കർശനമായപ്പോൾ സ്വാഭാവികമായിട്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ സാധിക്കാതെ അതുകൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞിരുന്ന ഈ വനവാസി മേഖലയിലെ കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയില്ല. അവരെ പുനരുജ്ജീവിപ്പിക്കാൻ എന്ത് പദ്ധതിയായി സർക്കാരിന്റെ കയ്യിലുള്ളത്? ഒരു പദ്ധതിയുമില്ല. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, ഇതിനൊക്കെ സർക്കാരിന്റെ കയ്യിൽ പദ്ധതികളുണ്ടോ? പേരിൽ പദ്ധതികളുണ്ട്, കടലാസിൽ പദ്ധതികളുണ്ട്, നടപ്പിലായ പദ്ധതികളുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഗർഭിണികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന അട്ടപ്പാടികളിൽ ഉണ്ടാവില്ലായിരുന്നു. പോഷകാഹാരത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഫണ്ടുകൾ വാങ്ങിയെടുക്കുന്ന ഒരു സർക്കാരിന് കീഴിൽ അത് കിട്ടാത്തതിന്റെ പേരിൽ, അത് കൃത്യമായി കയ്യിൽ കിട്ടാത്തതിന്റെ പേരിൽ മരണമടയുന്ന ഇത്തരത്തിലുള്ള സഹോദരിമാർ ഈ നാട്ടിൽ ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കും. ഇനി അങ്ങോട്ടേക്ക് ദൂരത്തേക്കൊന്നും പോണ്ട, നമ്മൾ ഇവിടെ തന്നെ, ഞാൻ ഇവിടെ തന്നെ ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ഈ ഭൂമി ഇല്ലാത്തതിന്റെ പേരിൽ അപേക്ഷ, ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിട്ട് നിൽക്കുന്ന എത്ര ആയിരം പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. അതിൽ എത്ര പേർക്ക് വീട് കിട്ടി? ഈ പറയുന്ന ഇവരിപ്പോ കൊട്ടിഘോഷിക്കുന്ന ഈ പദ്ധതിയിൽ തന്നെ ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, 4,000 കുടുംബങ്ങൾക്ക്, 4,000-ലധികം കുടുംബങ്ങൾക്ക്, 5,000-ന് താഴെ കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുത്തു. 2,000 സംതിങ് കുടുംബങ്ങൾക്കാണ് വീടും വസ്തുവും കൂടി കൊടുത്തത് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പം 2,000-ഉം 4,000-ഉം കൂടി അപ്പൊ 6,000, നിങ്ങളൊരു 5,000-ഉം 3,000 ഒന്ന് കൂട്ടിക്കോ, 8,000. 50,000 പേര്, 57,000 പേരെ തിരഞ്ഞെടുത്തതിൽ ഏതാണ്ട് 8,000 പേർക്കാണ് ഇവർ തലചായ്ക്കാൻ ഇടമുണ്ടാക്കി കൊടുത്തത്. ബാക്കിയുള്ളവരോ? അവർ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. ഇന്നു മുതൽ അവർ അതിദാരിദ്ര്യരല്ല. അതെ. അതുകൊണ്ട് തന്നെ ഇതിനകത്തുണ്ടാകാൻ പോകുന്ന ഈ അതിദാരിദ്ര്യ ഇല്ലാത്തവർ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേന്ദ്ര സർക്കാർ അടക്കം കൊടുക്കുന്ന സൗജന്യ റേഷൻ പദ്ധതികൾ അടക്കമുണ്ട്. ഇതൊക്കെ നിന്നുപോകാനുള്ള സാഹചര്യമില്ല അങ്ങനെയാണെങ്കിൽ. അല്ല, അത് സ്വാഭാവികമായിട്ട് ഇവർ എന്ത് കണക്കിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള, ഇപ്പം കഴിഞ്ഞ ദിവസം GR അനിൽ നിയമസഭയിൽ പറഞ്ഞൊരു കണക്ക് പുറത്തു വരുന്നു. അതിൽ 5 ലക്ഷത്തി സംതിങ് ആളുകളുടെ ആണ് അതിദരിദ്രരായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ 5 ലക്ഷത്തിന് പുറത്ത് ആളുകൾ അതിദരിദ്രരായി പ്രധാനമന്ത്രിയുടെ സൗജന്യ ഗരീബ് കല്യാൺ യോജനയുടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്ന സംസ്ഥാനത്ത് നമ്മൾ പറയാൻ അത്രയില്ല. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ 64,000 പേരേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതെ. അപ്പൊ ഇത് കേരളത്തിനകത്ത് ഒരു ഫേക്ക് കണക്കുണ്ടാക്കി ഇലക്ഷന് മുൻപ് നമുക്ക് ഇതിനെ അതിദരിദ്ര സംസ്ഥാനമാക്കണം. അതാണ് ലക്ഷ്യം. നമ്മളൊരു കാര്യം പറയില്ലേ, നമ്മളൊരു എൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ഘാടനം നവംബർ മാസം 1-ാം തീയതി 2025 നമ്മൾ നടത്തും. അത് വന്നാലും വന്നില്ലെങ്കിലും നടത്തും. നമ്മൾ ഈ സിനിമയിലൊക്കെ ചില ഡയലോഗ്, ഇന്ന് വന്നാലും വന്നില്ലെങ്കിലും ഇന്ന് നിന്റെ കല്യാണമാണ്. അതുപോലെയാണ് ഇത്തരത്തിൽ
നമ്മൾ ഡേറ്റ് തീരുമാനിച്ചു, LDF ആണ് ഡേറ്റ് തീരുമാനിച്ചു. ഇനി നീ ആയാലും ആയില്ലെങ്കിലും അതിതരത്തിൽ നമ്മൾ സംഭവം നമ്മൾ നടത്തും. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഇനി ഞാൻ ഒരു കാര്യം കൂടി താങ്കളോട് സൂചിപ്പിക്കാം. അയ്യപ്പ സംഗമം നടത്തിയൊരു കോയിൻസിഡൻസ് പോലെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോഴത്തേക്ക് പറഞ്ഞത് എന്താണ്, ലോകോത്തര നിലവാരത്തിലേക്ക് ശബരിമലയെ ഞങ്ങൾ മാറ്റി. അത് ഷോക്കേസ് ചെയ്യാൻ, അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിയ ഭക്തരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എന്ത് നടത്തുന്നത്, അയ്യപ്പ സംഗമം നടത്തുന്നതാണ് പറഞ്ഞത്. അവർ അയ്യപ്പ സംഗമം നടത്തി. പിന്നെ നമ്മൾ കണ്ടത് എന്താ, അയ്യപ്പൻ തന്നെ മറ്റു പല കാര്യങ്ങളും സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ എത്തിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന ഗോപുര ശില്പത്തിന്റെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വന്നത് അല്ലേ. ഈ സ്വർണ്ണ കടത്ത് നടത്തി, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഇത്ര വലിയൊരു കൊള്ള അതിനകത്ത് നടന്നു എന്ന് അയ്യപ്പൻ തന്നെ നമുക്ക് കാട്ടിത്തന്നു. അതേപോലെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ അതിദരിദ്ര സംസ്ഥാനമാക്കും എന്ന് പറഞ്ഞതിന്റെ പുറകെ കേരളത്തിലെ എല്ലാ മൂലകളിൽ നിന്നും, മുക്കിലും മൂലയിലും നിന്ന് ഇത്തരത്തിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ പൊന്തി വരികയാണ്. അവർ ചോദിക്കണം, ഞങ്ങളും അതിദരിദ്രരല്ലേ, കേരളം അതിദരിദ്രമായി, ഞങ്ങളിപ്പോഴും അതിദരിദ്രരാണ് എന്ന് അവർ പറയുന്ന രീതിയിലേക്ക് കേരളം മാറിയില്ലേ. അപ്പൊ കേരളത്തിന്റെ സർക്കാർ അപഹാസ്യരായില്ലേ. കേരളത്തിലെ ഒരു 3.5 കോടി ജനങ്ങളുടെ അഭിമാനത്തെ അല്ലേ സഖാവ് പിണറായി വിജയന്റെ ക്യാബിനറ്റും കൂടി ഈ നാട്ടിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിതരാക്കിയത്. നമ്മളെയല്ലേ അപമാനിതർ. ഇപ്പൊ ഞാനും താങ്കൾ ഉൾപ്പെടുന്നതാണല്ലോ കേരളീയ പൊതുസമൂഹം. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഇത്തരത്തിൽ അപമാനിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുമ്പോഴും ഇതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കൊണ്ടുവരുന്ന സെലിബ്രിറ്റികളുണ്ടല്ലോ, ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സെലിബ്രിറ്റി, ഇപ്പോൾ മോഹൻലാൽ ആയിട്ട് വരട്ടെ, മമ്മൂട്ടി വരുന്നുണ്ട്, കമലഹാസൻ വരുന്നുണ്ട്, ഇവരെയൊക്കെ കൊണ്ടുവച്ചിട്ടാണ്. അപ്പോൾ ഈ സാധാരണ ജനങ്ങൾ ഈ പലപ്പോഴും ഈ അതേ അയ്യപ്പ സംഗമനത്തിനൊന്നും മോഹൻലാലിനൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല, അതുകൊണ്ട് ആളില്ലാതായി പോയി എന്നുള്ളൊരു പരാതിയുണ്ട്. ഇതിനകത്ത് ഇവർ ഈ ആള് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നമ്മളിതിനെ ഈ കുടുംബശ്രീയൊക്കെ CPM ചില സമയത്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ. ഇലക്ഷൻ്റെ കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ പൊളിഞ്ഞു പോകുന്ന ഉറപ്പുള്ളടത്ത് ഇതുപോലെ ചില പരിപാടികൾ കാണിക്കുക. അതുപോലെയാണ് ഇപ്പം മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെയുള്ള ആളുകൾ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതികൾ അവരെ സംബന്ധിച്ച് അവർ ഇത്ര ഡീപ്പായിട്ട്, എന്നെ നിങ്ങളെയും പോലെ ഇത്രയും ഡീപ്പായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. അവരെ സംബന്ധിച്ച് അവരൊരു മേഖലയിൽ ഈ ആശമാരൊരു പ്രശ്നം ഉണ്ടാക്കിയേനെ. ആശമാർക്ക് 1000 രൂപ വെച്ച് കൂട്ടി കൊടുത്തിട്ട് അവരങ്ങ് പോവാണ്. അവർക്ക് മനസ്സിലായി സമരം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള. ഇനി അതിനകത്തൊന്നും ചേട്ടാ, ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണ്, ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇനി എത്ര ദിവസം ഈ സമരം കൊണ്ടുപോകാം. ഒന്ന്, അവർ വേണമെങ്കിൽ അവർ സമരം ചെയ്യും, കാരണം അവർക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അവർ ആ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരുന്നു കേരളത്തിലെ ആശയമാർ. അവർ അത്രയും ശക്തമായി നിന്നതുകൊണ്ടാണ് ഏറ്റവും അവസാനം നക്കാപ്പിച്ചയാണെങ്കിൽ പോലും ഇവർക്ക് കൊടുക്കേണ്ടി വന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഹിറ്റ്ലറിന് സമാനമായി ഞാനൊരു ഏകാധിപതിയാണ്, എൻ്റെ മുന്നിൽ നിന്റെ ഈ പിപ്പിടിയാട്ടമൊന്നും വേണ്ട എന്ന് ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞിരുന്ന ആളെ കൊണ്ട് നയാ പൈസയെങ്കിൽ നയാ പൈസ അവർക്ക് കൊടുപ്പിക്കാനുള്ള കരുത്ത് അവരുടെ സമരത്തിനുണ്ടായി. അവരൊരു അലയുണ്ടാക്കി എന്നുള്ളത്. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവർ പറയാൻ വന്നിരുന്ന ഇതാണ്, ഇവിടെ അതിദാരിദ്ര്യം, ഞങ്ങൾ ദാരിദ്ര്യത്തിലൊക്കെ ഭക്ഷണം പോലും ഇല്ല, അതുകൊണ്ട് മോഹൻലാലിനും മമ്മൂട്ടിക്ക് കത്തയക്കാണ്ടിരുന്നത്, നിങ്ങൾ വന്നാൽ ഞങ്ങൾ തടയുമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിനെ കൂടെ അതവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ കൃത്യമായി അതിനെ നക്കാപ്പിച്ച കൊടുത്തെങ്കിലും ഇത് തീർക്കണം എന്നുള്ളത് അവരുടെ ധാരണയായിരുന്നു. അങ്ങനെ നക്കാപ്പിച്ചാണ് കൊടുത്തത്. ഞാൻ അതിനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ. അവർ നടത്തിയ സമരത്തിന് അവർക്ക് അർഹിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതായിരുന്നു, അതവർക്ക് കിട്ടിയില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷെ അവർക്ക് ഇത്രയും വലിയൊരു അധമനായ, ഞാൻ അധമൻ എന്ന വാക്കുകൊണ്ട് മറ്റൊരു രീതിയിലല്ല, പക്ഷെ ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞ ഒരു സർക്കാരിൽ നിന്ന് നക്കാപ്പിച്ചെങ്കിൽ നക്കാപ്പിച്ച അത് വാങ്ങിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളിടത്താണ് അവരുടെ പോരാട്ട വിജയം. ഞാൻ അതിനെ അങ്ങനെ ആ നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു വസ്തുത എന്ന് നിലനിൽക്കുമ്പോഴും ഇത്തരത്തിൽ കാപട്യം പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ഷൻ പൊളിറ്റിക്സിന് എനിക്കൊരു അപ്പർ ഹാൻഡ് കിട്ടണം, അതിനു വേണ്ടിയിട്ട് അയ്യപ്പനെങ്കിൽ അയ്യപ്പൻ, അതിദരിദ്രരെങ്കിൽ അതിദരിദ്രർ, അയ്യപ്പനോടും അതിദരിദ്രരോടും ഒരു തരത്തിലുള്ള സഹാനുഭൂതിയോ അനുകമ്പയോ ഒന്നുമില്ലാതെ ഹൃദയപക്ഷം ഇടതുപക്ഷം എന്നുള്ളതായിരുന്നു ഇവരുടെ ടാഗ്. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ സാധാരണക്കാരനെ പറ്റിക്കുന്നവർക്ക് ഹൃദയപക്ഷം പോയിട്ട് ഹൃദയം പോലും ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം ഹൃദയമുള്ളവന് ഒരിക്കലും സാധാരണക്കാരനെ, പട്ടിണിപ്പാവങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കില്ല. അത് കുറച്ച് വൈകാരികമായി ഞാൻ പറയും. കാരണം ഞാനും ഒരു സാധാരണക്കാരൻ്റെ മകനാണ്, ഒരു സാധാരണ അച്ഛൻ്റെ മകനായി വളർന്നു വന്നയാളാണ്, പട്ടിണി അറിഞ്ഞു വളർന്നു വന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായും പട്ടിണി അറിഞ്ഞു വളർന്നു വന്നവന് ഇത്തരത്തിൽ അവനെ അപഹസിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനെ ഒരു കാലഘട്ടത്തിലും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിൻ്റെ പാപഭാരം പിണറായി വിജയൻ പേറുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.